ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ടോംസ് FSO ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡയറി ടെക്നോളജിയിലെ മിൽക്ക് പ്രൊഡക്ട്സ് ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ലസ്സി എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ലസ്സി പഠിക്കാം. ലസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ലസ്സി അല്ലെങ്കിൽ സ്റ്റിർഡ് ദാഹി അല്ലെങ്കിൽ ദഹി എന്നൊക്കെ പറയും. സ്റ്റിർ ചെയ്ത ദഹിക്ക് പറയുന്ന പേരാണ് സ്റ്റിർ ചെയ്ത ദഹിക്ക് പറയുന്ന പേരാണ് ലസ്സി. ദഹി എന്താന്ന് നമ്മൾ മുന്നേ പഠിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം പഠിക്കും. ഇപ്പൊ തൽക്കാലം സ്റ്റിർ ചെയ്ത ദഹിക്ക് പറയുന്ന പേരാണ് എന്ത്? ലസ്സി. ലസ്സി കുറെ പേര് കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ലസ്സി ഈസ് റെഡി ടു സർവ്. നിങ്ങൾക്ക് എല്ലാം ലസ്സി സർവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റെഡി ടു സർവ് ഫെർമെന്റഡ് മിൽക്ക് ബിവറേജ്. ബിവറേജ് എന്ന് കേട്ടിരുന്നെങ്കിൽ അശ്വന്ത് ചാടി വീണേനെ. പക്ഷെ ഫെർമെന്റഡ് മിൽക്ക് ബിവറേജ് ആയപ്പോ ഒരു ചെറിയ വൈക്ലപ്പി. അത് കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം മിൽക്ക് ബിവറേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പോപ്പുലർ ഇൻ നോർത്ത് ഇന്ത്യ. നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാ? നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. പർട്ടിക്കുലർലി ഇൻ സമ്മർ മന്ത്സ്. സമ്മർ മാസം എന്ന് വെച്ചാൽ എന്താണ്? മഴക്കാലം അല്ലേ? ആണോ അമൃത? മഴക്കാലം എന്നാണോ? ആണോ? സമ്മർ മാസം എന്ന് അല്ല വെച്ചാൽ അല്ല മഴക്കാലം ഒന്നല്ല. സമ്മർ മാസം എന്ന് വേനൽ വെച്ചാൽ നല്ല ചൂടുള്ള സമയത്താണ് ഈ ലസ്സി കുടിക്കാൻ. ഓക്കെ. അത് മാത്രമല്ല, നോർത്തിൽ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടും കൂടെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. ലസ്സി ഈസ് എ വൈറ്റ് ടു ക്രീമി. നല്ല വെളുവിളായിരിക്കുന്ന തൊട്ട് ക്രീം കളർ വരെ ആവുന്ന, അല്ലെങ്കിൽ ക്രീമി വൈറ്റ് ആയിട്ടുള്ള ഒരു വിസ്കസ് ലിക്വിഡ്. എന്താണ് വിസ്കസ്? വെള്ളം ഒരു വിസ്കസ് ആണോ? അല്ല. കാരണം വെള്ളം നമ്മൾ തൊട്ടാ ഇങ്ങനെ ടക്കെന്ന് കഴിഞ്ഞ് വീഴും. പക്ഷെ തേനൊന്ന് തൊട്ട് നോക്ക്, ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരത്തില്ലേ? അപ്പൊ വിസ്കസ് എന്താന്ന് മനസ്സിലായോ? അപ്പൊ അതൊരു എന്ത് വിസ്കസ് ആണ്? ക്രീമി വൈറ്റ് വിസ്കസ് ലിക്വിഡ് ആണ്. അതിന് എന്തൊക്കെയുണ്ട്? മധുരമുണ്ട്, വിത്ത് എ സ്വീറ്റിഷ് റിച്ച് അരോമ. നല്ല മണം. എന്തിനാണ്? ലസ്സിക്ക് നല്ല മണമാണ്. ആൻഡ് എ പ്ലസന്റ് മൈൽഡ് ആസിഡ് ടേസ്റ്റ്. ആസിഡ് ടേസ്റ്റ് ആണ്. പ്ലസന്റ് ആണ്, ആസിഡ് ടേസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഫ്ലേവേർഡ് എയ്തർ വിത്ത് സാൾട്ട്. അതിനെ ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ച്? സാൾട്ട് ആയിട്ട്. സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. മധുരമുണ്ട്. ഓക്കെ. ആ പറയുന്നത്. എന്നിട്ട് സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ, ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ. അല്ലാതെ സാൾട്ട് ആൻഡ് ഷുഗർ അല്ല, സാൾട്ട് ഓർ ആണ്. അത് നിങ്ങൾ മറന്നുപോയല്ലോ. ലസ്സിക്ക് ഒന്നെങ്കിൽ സോൾട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഷുഗർ ഉണ്ട്. ആൻഡ് അതർ കണ്ടാമിനൻസ് ഓർ സ്പൈസസ്. എന്തൊക്കെയാ കണ്ടാമിനൻസ്? ഒന്ന് ജിഞ്ചർ ആവാം, കൊറിയാണ്ടർ ആവാം, മിന്റ് ആവാം. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ റീജിയണൽ പ്രിഫറൻസ്. ആ ലൊക്കാലിറ്റിയിൽ എന്താ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒന്നെന്ന് പറയുന്നത് ജിഞ്ചർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇഞ്ചിയൊക്കെ ഇടത്തില്ലേ ലസ്സിക്കകത്ത്? ഉണ്ട്. അപ്പൊ ജിഞ്ചർ കിട്ടി. അതുപോലെ കൊറിയാണ്ടർ, മല്ലിയില ഇടും, ഇഞ്ചി ഇടും. മിന്റ്, മിന്റ് ഇട്ടു, മിന്റും ഇടും. പിന്നെ ആ റീജിയനിൽ എന്ത് കിട്ടും അതൊക്കെ ഇടും. കറിവേപ്പില ഇടും ചില ആൾക്കാർ. ഓക്കെ. അതാണ് ഈ റീജിയണൽ പ്രിഫറൻസ്. പാവം നമ്മുടെ മലയാളി അവരെ അപമാനിച്ചില്ലേ, കറിവേപ്പില പറഞ്ഞില്ല. അപ്പൊ അത് വിട്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലസ്സിയെ പറ്റി പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ലസ്സിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ലസ്സി എന്ന് വെച്ചാൽ ഒന്നുമില്ല, റെഡി ടു സർവ്. ലസ്സി റെഡി ടു സർവ് ആവുന്നത് എപ്പോഴാണ്? ഫെർമെന്റഡ് മിൽക്ക് ബെവറേജസ് ആണെങ്കിൽ അതൊരു ഫെർമെന്റേഷൻ ചെയ്ത ഒരു മിൽക്ക് ബെവറേജ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ അത് കാണുന്നത് എവിടെയാ? നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. അത് എന്താണ്? സ്റ്റിർ ചെയ്ത ദഹിക്ക് പറയുന്ന പേരാണ് ലസ്സി എന്ന് പറയുന്നത്. സ്റ്റിർ ചെയ്യുന്ന ദഹി. ദഹിക്ക് പകരം ഡൽഹി എന്ന് ആലോചിച്ച് നോക്കിയേ. ഡൽഹി ആണെങ്കിൽ നോർത്ത് ഇന്ത്യ ആയില്ലേ? ആയി. അപ്പൊ ഡൽഹി, ഡൽഹി എന്ന് പറയുന്ന DLHI, ഇത് ഡൽഹി DAHI. എല്ലില്ല, ദാഹി എന്നാണ് പറയുന്നത്. ദാഹം, ദാഹം വരുമ്പോഴല്ലേ ലസ്സി കുടിക്കുന്ന, അതാണ് ദാഹി. കുറച്ച് മലയാളത്തിൽ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അപ്പൊ ദാഹി കിട്ടി. അതിന്റെ വേറെ പേരാണ് ഫെർമെന്റഡ് ദാഹി. ഫെർമെന്റഡ് ദാഹി ഈസ് നോൺ ആസ് ദാഹി, ക്രീം, യോഗർട്ട്, ലസ്സി. ഇതിന്റെ അകത്ത് ഏത് വരും? ലസ്സി വരില്ലേ പിള്ളേരെ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ ചെയ്യിക്കാൻ. പിന്നെ പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് കാണുന്നത്. അതുപോലെ ലസ്സി എന്താണ്? ഒരു വൈറ്റ് ക്രീം ആയിട്ടുള്ള
വൈറ്റ് വിസ്കസ് ക്രീമി വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡാണ്. വൈറ്റ് ക്രീമി വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള സാധനത്തിന് പറയുന്ന പേരാണ് എന്ത്? ലസ്സി. അപ്പൊ ഈ ലസ്സിയുടെ കാര്യം എന്താ പറയുന്ന? ലസ്സി സ്വീറ്റിഷ് ആണ്. അതോടൊപ്പം ലസ്സിക്ക് റിച്ച് അരോമ, നല്ല മണോ. അതുപോലെ പ്ലസന്റ് ആണ്. ദഹി കുടിച്ചാൽ നല്ല സന്തോഷത്തിരിക്കും. ഇപ്പൊ നല്ല വിഷമിച്ചിരിക്കുന്ന ചില ആൾക്കാർ എന്റെ മുമ്പിലുണ്ട്. അവർക്കൊക്കെ നല്ല സന്തോഷമായിട്ടിരിക്കും. പ്ലസന്റ് ആവും. അതുപോലെ നല്ലൊരു അരോമാറ്റിക് ഫീല് കിട്ടും നിങ്ങൾക്ക്. പിന്നെ മൈൽഡ് ആസിഡിക് സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ലസ്സിയിൽ എന്തൊക്കെ ആഡ് ചെയ്യും? ചിലപ്പോൾ ഷുഗർ അല്ലെങ്കിൽ സാൾട്ട്, ഒന്നെങ്കിൽ സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ, ഏതെങ്കിലും ഒന്ന്. ഒപ്പം വേറെ കണ്ടാമിനൻസ് ഉണ്ടാവും. വേറെ കണ്ടാമിനൻസ് എന്തൊക്കെയാ? കണ്ടാമിനന്റ് അല്ല, കണ്ടിമെന്റ്സ്. കണ്ടിമെന്റ്സ് എന്തൊക്കെയാ? ഒന്നെങ്കിൽ നമുക്ക് മല്ലിയില, പിന്നെ മിന്റ് ആഡ് ചെയ്യാം, പിന്നെ ജിഞ്ചർ ആഡ് ചെയ്യാം, പിന്നെ ആ പറയുന്ന ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ റീജിയനിൽ എന്താണ് പ്രിഫർ ചെയ്യുന്ന അത് ആഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് പ്രൊഡക്റ്റ്, അത് ലസ്സി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ലസ്സിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ആ കോണ്ടാക്റ്റിലുള്ള നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം തരും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.